ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് മാർച്ച് 3 പോളിയോ ദിനാണ്. അപ്പൊ 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുമക്കൾക്കും ഇന്ന് പോളിയോ കൊടുക്കേണ്ട ദിവസമാണ്. ഈ വീഡിയോ വരുമ്പോഴേക്കും ഓൾറെഡി അതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ നിച്ചോട്ടിക്ക് പോളിയോ കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ പോകുമെന്ന്. നിച്ചോട്ടി ഒരു പകുതി ഉറക്കത്തില് പകുതി കണ്ണിലാണ് നിക്കുന്നത് അല്ല ചേട്ടാ. അപ്പൊ നമ്മളിവിടെ ഗവൺമെന്റ് ആശുപത്രിയിലാണ് വന്നേട്ടാ, നമ്മുടെ പഞ്ചായത്ത് തന്നെ അല്ലേ. അപ്പൊ തിരക്കുണ്ടാവോ അറിയില്ല. പിന്നെ അംഗൻവാടിയിൽ അവിടെ ഇവിടെയെല്ലാം ഉള്ളതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവായിരിക്കും. അപ്പൊ ഏതായാലും പോയിട്ട് പോളിയോ കൊടുക്കട്ടെ. കഴിഞ്ഞ കൊല്ലം ഞാൻ ഇപ്പുറത്തെ സ്ഥലത്തുനിന്ന് ഇതുപോലെ വീഡിയോ എടുത്തിന്. കഴിഞ്ഞ കൊല്ലം നമ്മള് പോളിയോ കൊടുക്കാൻ വന്നപ്പോ. അപ്പൊ ഏതായാലും നമ്മള് പോയിട്ട് കൊടുത്തിട്ട് വരട്ടെ കേട്ടാ. അപ്പൊ നമ്മള് പോളിയോ എല്ലാം കൊടുത്തിട്ട് ഇവിടെ പഞ്ചായത്ത് വന്നിട്ടാന്നുള്ളത്. ATM പോയിട്ടുണ്ട് ഏട്ടൻ പൈസ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 1-2 സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അത് മേടിച്ചിട്ടാണ് ഇനി വീട്ടിലേക്ക് പോകേണ്ടത്. അപ്പൊ പോളിയോന്റെ ഇമ്പോർട്ടൻസ് എല്ലാം എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എന്തായാലും കൊടുക്കേണ്ടതാണ്. മനുഷ്യന്റെ പാപ്പാപ്പ മേടിക്കണേ, അതായത് പാമ്പേഴ്സ്. അപ്പൊ എല്ലാരും മറക്കാതെ കൊടുക്കുക കേട്ടോ. അത് എന്തായാലും അത് നമ്മൾ കൊടുത്തല്ലേ പറ്റൂ. ഞാൻ ഇന്ന് പറയുന്നതിനെ കൊണ്ട് അർത്ഥമില്ലാന്നറിയാം. ഓൾറെഡി അത് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും 5 വയസ്സ് വരെ എന്തായാലും അത് കൊടുത്തിരിക്കണം എല്ലാവരും. എന്നാ നെച്ചുടി കൈക്ക് നെയിൽ പോളിഷാ? പിന്നെ എന്തിനെ കൊണ്ടാ അവര് വരച്ചേ? പെണ്ണുണ്ടാ? നമ്മള് വോട്ട് ചെയ്ത പോലെ നെച്ചുടിന് കൈക്ക് അയച്ചിട്ടുണ്ട്. വേഗം കേറി പറ. വാ പറ, വാ പറ, വാച്ചേ പറ. അപ്പൊ ഏട്ടൻ പൈസ എടുത്ത് വന്നിട്ടുണ്ട്. പൈസ എടുത്തോന്നും അറിയില്ല, അവിടെ ഉണ്ടായിനും അറിയില്ല. നമ്മൾ ആവശ്യത്തിന് പോകുമ്പോ ഉണ്ടാവില്ല. കിട്ടീനാട്ടാ? കിട്ടീനാ? കിട്ടി. SBI ഉണ്ടായിട്ടില്ല. ഒന്നും ഉണ്ടാവില്ല, ഒന്നും കംപ്ലൈന്റ് ആയിരിക്കും, ക്യാഷ് ഉണ്ടാവില്ല. നമുക്ക് പോയാലോ? ചുങ്കത്ത് വന്നിട്ടാന്നുള്ളത്. എന്റെ ഫോണിന്റെ സ്ക്രീൻ ഗാർഡ് പൊട്ടിപ്പോയിന്. അതൊന്ന് മാറ്റണം. അതില്ലാത്തോണ്ട് എനിക്ക് ഫ്രണ്ട് ക്യാമില് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഏട്ടൻ പോയി മാറ്റി. നല്ല വെയിലാണ്. നമ്മളിവിടെ ഇരിക്കാം കേട്ടോ. അപ്പോൾ ആയിട്ട് ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡിൽ ഒട്ടിച്ചിട്ട് വരുമ്പോൾ ഞാൻ നേരെ നോക്കുമ്പോൾ ഒരു പച്ചക്കറി ഷോപ്പ് ഉണ്ട്. അവിടെ നല്ല അടിപൊളി കോളിഫ്ലവർ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും കോളിഫ്ലവർ മേടിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. നിച്ചുട്ടിക്ക് കോളിഫ്ലവർ ബജ്ജി ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പുറത്തെല്ലാം പോയി കഴിഞ്ഞാൽ നിച്ചുട്ടിക്ക് മേടിക്കുന്ന സമയത്ത് നല്ലോണം കഴിക്കാറുണ്ട്. അപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞിട്ട് അവർ എന്തെണ്ണയിലാണെന്ന് എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും വല്ലപ്പോഴും മേടിക്കാറുണ്ട്. വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് അത്ര പോരെങ്കിലും ആശ്വാസം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അത് മേടിക്കാൻ വിചാരിച്ച് കയറി. പിന്നെ കുറച്ച് പച്ചക്കറിയും കൂടെ മേടിക്കാനുണ്ടായിന്. അതുമെല്ലാം അവിടെ തന്നെ ഏകദേശം വാങ്ങിയല്ലോ. പിന്നെ അവിടെ തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെയും കയറിയിട്ട് ആവശ്യം ഉണ്ടായിന്. പക്ഷെ ഞാനും ഏട്ടനും വലിയ ആളായിട്ട് സൂപ്പർ മാർക്കറ്റ് കയറി. അപ്പോഴേക്കും ഏത് സാധനം എവിടെയാണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഈ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. പിന്നെ അവരോട് ഓരോന്ന് ചോദിക്കുന്നതിനേക്കാളും ഏട്ടൻ പറഞ്ഞു നമുക്ക് പഞ്ചായത്ത് സൂപ്പർ മാർക്കറ്റിൽ തന്നെ പോവാം, ഇവിടുന്ന് പച്ചക്കറി മാത്രം മേടിക്കുകയെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പച്ചക്കറി മാത്രം മേടിച്ചിട്ട് അങ്ങനെ ഇറങ്ങി. നമ്മളങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നിച്ചുടിക്ക് എന്ത് പണിക്കണ്ടേ? വടിമുട്ടായിയാ? വേറെയാ? വരാ പാപ്പാപ്പ. പോവാ നമുക്ക്. അപ്പൊ നിച്ചുടിന്റെ പാപ്പാപ്പ ആദ്യം തന്നെ എടുത്തിട്ടുണ്ട്. കുഞ്ഞുവാവ ഉണ്ടാകുമ്പോ പറയുന്നതാണ് പാപ്പാപ്പാന്ന്. ഇപ്പോഴും അതുപോലെ തന്നെ ആയി. ബാക്കി കുറച്ച് സാധനങ്ങൾ നോക്കി എടുക്കാനുണ്ട്. അതും കൂടെ ഒന്ന് പെട്ടെന്ന് എടുക്കട്ടെ. എല്ലാവരും പാക്കറ്റ് എടുത്തിരുന്ന
നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ കാര്യമായിട്ട് എന്താ ഈ നോക്കുന്നേ? നമ്മൾ സാധാരണ കണ്ണൻദേവനാണേ തേയില വാങ്ങിക്കൽ. അപ്പം ഞാൻ റെഡ് ലേബിൾ വാങ്ങിച്ചാലോ എന്ന് അതിൻ്റെ പ്രൈസ് ഒന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ ഏതാണ് എന്നുള്ളത്. അങ്ങനെ പുതിയ സാധനങ്ങൾ മേടിക്കുമ്പോൾ ഞാൻ വെറുതെ പ്രൈസ് നോക്കാറുണ്ട്. നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്നതിലുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, കൂടുതലോ കുറവോ ഉണ്ടോ എന്നെല്ലാം. അങ്ങനെ അതെല്ലാം കൂടെ വാങ്ങിച്ച് നിച്ചുട്ടിക്ക് വേണ്ടുന്ന സാധനം പെട്ടെന്ന് തന്നെ ബില്ല് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. അത് കയ്യിൽ കൊടുത്താൽ പിന്നെ നിച്ചുവിന് കുറച്ച് സമാധാനമാവുമല്ലോ അതിന് വേണ്ടിയിട്ട്. ഈ സൂപ്പർ മാർക്കറ്റിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് സാധനം ഇന്ന സ്ഥലത്താണെന്ന് അറിയാം കറക്റ്റായിട്ട്, ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് കൊണ്ട്. അതുകൊണ്ട് അവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അധികം സ്റ്റാഫൊന്നും ഉണ്ടാവില്ലല്ലോ ഇവിടെ, നമുക്ക് ചോദിച്ചുകൊണ്ട് നമ്മളെ കൂടെ നടന്ന് ചെയ്തു തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് വണ്ടി കയറ്റിയിട്ട് നമ്മൾ വിടട്ടെ. അയ്യോ ചൂടിന് പൊരിഞ്ഞു പോയിട്ടാ, ഭയങ്കര ചൂടിന്ന്. നല്ല വെയില്. കളിപ്പിച്ച എന്നാ തന്നെ കളിപ്പിച്ചേ കളിപ്പിച്ച് നിന്നെ കാണാൻ പൂച്ചനെ പോലെ ഉണ്ടല്ലോ, കഞ്ഞിപ്പൂച്ചനെ പോലെ ഉണ്ടല്ലോ. നെച്ചൂട്ടി എന്തോ ഒരു പാക്കറ്റ് മേടിച്ചിട്ട് അത് തിന്നോണ്ടിരിക്കുവന്ന്. നേരെ വീട്ടിലേക്ക് പോട്ടെ. നമ്മളെ പാലം പണിയെല്ലാം കണ്ടോ, ഇതാ ഇങ്ങനെ ആയി റോഡ് പണി. നമ്മളെ അണ്ടർപാസ് ഉണ്ടല്ലോ അത് ഇത്രയും അത്തി ഇനി മേലെ കെട്ടിയിട്ട് മാത്രമേ ഇത് തുറന്നു തരുള്ളൂ ആയിരിക്കും. ഇതാ എന്തെല്ലോ പണി നടക്കുന്നുണ്ട്. തൽക്കാലം ഇപ്പൊ ഈ സൈഡിലേക്ക് കൂടെയുള്ള റോഡിലല്ലേ പോന്നേ. ഈ റോഡ് സെറ്റപ്പ് ആയാൽ നമുക്കിത് തുറന്നു തരും. കള്ളന്മാരെ എനക്ക് തരാണ്ട് കുടിക്കുന്ന കള്ളന്മാരെ. ഇതെന്നാ ചുട്ടി ഐക്യമല്ല എന്നാ യോഗട്ട് 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 ഐക്യമാ. ഇത് ടേസ്റ്റ് ഉണ്ടോ? ഇത് ഫുള്ള് ചോക്ലേറ്റ് ആയിരിക്കില്ലേ? ഫുള്ള് ചോക്ലേറ്റ് ടേസ്റ്റ് ആയിരിക്കില്ലേ? വെണ്ണ കള്ളൻ കണ്ണം വെണ്ണ കെട്ട് നിന്ന പോലെ ഉണ്ട് കളി വെണ്ണ. അപ്പൊ വീട്ടിലെത്തി ഒന്ന് മുകളിലൊക്കെ അടുക്കുമ്പോ തന്നെ സമാധാനായി. ഞാൻ ചോറും കറിയിലായിട്ടാണ് പോയെ. പിന്നെ ഇന്നലെ നമ്മള് പുഴക്കരക്ക് പോയപ്പോ ശ്രീജ ടീച്ചർ വീട്ടിൽ പോയില്ലേ, ആ സമയത്ത് കുറച്ച് ചക്ക വന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് വേവിച്ച് വെച്ചിട്ട് പോയതാണ്. അതൊന്ന് മിക്സ് ചെയ്യണം അത്രേ. കഴിഞ്ഞ ദിവസം ഞാൻ അന്നേരം ഇടിച്ചക്കന്റെ വീഡിയോ ഇട്ടപ്പോ കുറെ പേര് പറഞ്ഞു ചക്ക വേണം, നമ്മളെ ജിമ്മിനെ എല്ലാം പറഞ്ഞു. ഒരു ചക്ക കിട്ടുമോന്നല്ല, ഗൾഫിലുള്ളവർക്കെല്ലാം ചക്കയെല്ലാം കാണുമ്പോൾ കൊതിയായിരിക്കും അല്ലേ. ഇത് കുറച്ചും കൂടെ വലുതാന്നേ, ഇടിച്ചക്കയല്ല, അതിന്റെ കുറച്ചും കൂടെ വലിയ സൈസ്. അപ്പൊ അതിനെ ഒന്ന് നമുക്ക് ഒരു മെഴുക്കുവരട്ടി തോരൻ പോലെ, നമ്മൾ ചക്ക വെച്ചത് എന്നാ പറയാ കണ്ണൂർ ഭാഷയിൽ പറഞ്ഞാല്, അങ്ങനെ ആക്കി എടുക്കണം. എന്റെ വീട്ടിൽ നമ്മൾ വൈകുന്നേരത്തെ ചായന്റെ ആ സമയത്ത് ചക്കപ്പുഴുക്ക് കഴിക്കൂട്ടെ. ചക്കപ്പുഴുക്ക് അതാണ് കറക്റ്റ് കഴിക്കും. പക്ഷെ ഇവിടെ ഇവര് ചോറിന്റെ കൂടെ കഞ്ഞിന്റെ കൂടെ എല്ലാം ചക്കപ്പുഴുക്ക് ആക്കുക. അപ്പൊ അതേതായാലും ഉച്ചക്കേക്ക് ചോറിനാക്കാന്ന് വെച്ചു. എങ്ങനെ ഐസ്ക്രീം ഇട്ടില്ല, ഒന്നല്ലേ വാങ്ങിയില്ലോ. എപ്പ കണ്ടേ? എന്നിട്ട് കൊടുത്തു കൊടുത്തു. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടല്ലോ. ഒരു യോഗട്ടെ വാങ്ങിച്ചു കണ്ണാ. ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഉഴുന്നുപരിപ്പാണ് കേട്ടോ വറുത്തിടുക. ഉഴുന്നുപരിപ്പും കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം കൂടിയാണ് വറുത്തിടുക. വെളുത്തുള്ളി എല്ലാം ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചിട്ട് ഇങ്ങനെ ഇടുക ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ ചക്കപ്പുഴുക്ക്. പിന്നെ ഇന്ന് എൻ്റെ സ്പെഷ്യൽ മോരുകറിയാണ്. നമ്മളെ സ്വന്തം തൈര് കൊണ്ട് ഉണ്ടാക്കിയ നല്ല അടിപൊളി വെള്ളരിക്ക മോരുകറി. അമ്മ സ്ഥിരം തൈരാക്കിക്കൊണ്ടുണ്ടായിനെ. അത് പോകുന്ന സമയത്ത് ഒരു കുപ്പി ആക്കി വെച്ചിട്ടുണ്ടായത്, നമ്മൾ എടുത്തിട്ട് തീർന്നു. അപ്പം ഞാൻ അതിൻ്റെ ബാക്കിയാക്കി. ഞാൻ ആദ്യമായിട്ട് ആക്കുന്നത്, അപ്പം ശരിയാവോന്ന് അറിയുന്നുണ്ടായിട്ടില്ല. അമ്മ പറഞ്ഞു തന്ന പോലെ ആക്കിയപ്പം നല്ല കറക്റ്റ് കട്ട തൈര് കിട്ടി. അതിനെ കൊണ്ടാണ് ഇന്ന് മോരുകറി ഉണ്ടാക്കി. ഇന്നലെയും കുറച്ച് കറിക്കെടുത്ത് ഇനി കഴിഞ്ഞ് ഇന്ന് കുറച്ച് 2 സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്ന് വീണ്ടും ആക്കണം. പാല് മേടിച്ച് കാച്ചിട്ട് ഉറയൊഴിക്കണം. അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായ കട്ട തൈര് ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ആ കട്ട തൈര് അമ്മയാക്കുന്നത്. അപ്പം അതുപോലെ ആക്കിയപ്പം ഏട്ടൻ ഹാപ്പിയായി. അമ്മേന്റെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കമന്റായിട്ട് ചോദിക്കലുണ്ട്. അമ്മ അവിടെ അടിച്ചു പൊളിക്കുന്നുണ്ട് കേട്ടോ, അമ്മയും വല്യമ്മ എല്ലാം കൂടെ. ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു, ഇനി ഒരാഴ്ചയും കൂടി ഉണ്ട്. അടുത്ത മൺഡേ അവർ തിരിച്ചെത്തും. അപ്പൊ അടുത്ത ആഴ്ച കുറച്ച് അവർക്ക് ബിസി ഷെഡ്യൂളാണ്. കുറേ സ്ഥലങ്ങളൊക്കെ കറങ്ങാനുണ്ട് എന്ന് പറഞ്ഞു. ഏട്ടൻ 2-3 ദിവസം ലീവെല്ലാം എടുത്തിട്ട് ഞാൻ പറഞ്ഞു എല്ലാവരും കമന്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞപ്പോൾ എല്ലാവരോടും അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ആഴ്ച ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാൽ അമ്മ തിരിച്ചെത്തും. സോയാബീൻ
ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ലേ, അപ്പൊ സോയാബീൻ ഫ്രൈ ആക്കാന്ന് വെച്ചു. അപ്പോഴേക്കും നെച്ചോട്ടിക്ക് ഉറക്കം വന്ന് അമ്മ എടുത്ത് നടക്കണോ, ഇത് സോയാബീൻ വാവേ, സോയാബീൻ. അപ്പൊ ഇത് നെച്ചോട്ടിനെ എടുത്തോണ്ട് പണിയെടുക്കുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വീഡിയോ ഇങ്ങനെ എടുത്തു തന്നുകൊണ്ടിരിക്കുന്ന എന്റെ ഏട്ടനെ ഇതൊന്ന് ഹെൽപ്പ് ചെയ്ത് സഹായിച്ചൂടെയെന്ന്. ഇല്ല, സഹായിക്കൂല, അതൊന്നും അറിയില്ല പറയൂ. മോളെ നോക്കിയത് മോള് സോഫയിൽ നിന്ന് കളിക്കുമ്പോ ഏട്ടൻ അവിടെ കിടന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അതാണ് മോളെ നോക്കി. അച്ഛൻ വാവനെ നോക്കിയില്ലേ വാവൻ ഇത്ര നേരം? അമ്മ പറഞ്ഞാലേ അവള് പറയൂല്ലോ. അപ്പൊ ഇതൊന്ന് ഫ്രൈ ആക്കണം ഏട്ടാ. ഞാൻ ഇച്ചിരി ഉറക്കുമ്പോഴേക്കും വേഗം ഒന്ന് ഫ്രൈ ആക്കി കേട്ടോ. ആര് ക്യാമറയുടെ വെച്ചിട്ട് ഫ്രൈ ആക്കണം ആക്കുവാ. ഉണ്ടപ്പൊരി ഇത് മുളകെല്ലാം പെരക്കി വെച്ചേരാ. ഞാൻ ഏട്ട ഫ്രൈ ആക്കിയാൽ മതി കേട്ടോ. പ്രൂഫിന് വേണ്ടിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞേ. ഏട്ട ഫ്രൈ ആക്കുന്നുണ്ടോ നമുക്ക് അറിയാലോ. കാണിച്ചോ, ഏട്ടനെ കാണിച്ചു കൊടുക്കാറോ? കുറച്ച് പണിയുണ്ട്. കാണിച്ചേ. തിരക്കില്ല. ഇന്ന് സൺഡേ ഹോളിഡേ കേട്ടാ. ഞാൻ മോളെ നോക്കുന്നില്ല, മോക്ക് ഉറക്കം എന്നാ നോക്കാല. എന്നാ അത് ചെയ്, നോക്കട്ടെ. അച്ഛൻ ഉറക്കം നോക്കട്ടെ. അച്ഛൻ ഉറക്കം വന്നിട്ട് പോവേ. എന്റെ ഇപ്പൊ ഞാൻ അപ്പുറം പോകുമ്പോ ഉണ്ടാവും രണ്ടാളും കൂടെ അവിടെ കളിക്കുന്നു സോഫയെന്ന്. ഇതാ ഉറക്കുന്ന കളിവണ്ണേ. പോങ്ങോട്ടെ രണ്ടാളും, ഓടിക്ക രണ്ടാളും. പറ്റിക്കാം. അപ്പൊ ഇതില് മുളകും മഞ്ഞളും ഉപ്പെല്ലാം തേച്ച് പെരക്കി വെക്കട്ടെ. എന്നിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കിട്ടിപ്പോയാച്ച് സോസിന്റെ കുപ്പി പൊട്ടിക്കാൻ ഏട്ടന്റെ സഹായം തേടിയതാണ്. ടൊമാറ്റോ സോസ് കുടിക്കാനല്ല കണ്ണ ഇത്. ഇതിനകത്ത് ഇതാ ഉപ്പ്, മഞ്ഞള്, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, കറിവേപ്പില എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇതായി കുറച്ച് സോസും കൂടി ആക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സത്തേവാ കണ്ണാവാ മുത്തേവാ വാവേ അമ്മേന്റെ നിച്ചോട്ടി പൊന്നാ. നിച്ചോട്ടി ഉറങ്ങി. ഞാൻ ഫുഡ് കഴിക്കട്ടെ. എല്ലാം എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അച്ഛൻ കഴിച്ചു കേട്ടോ ആ സമയം കൊണ്ട്. ഇനി ഏട്ടൻ കുറച്ച് മിനിറ്റേ വേണ്ടു എന്ന് പറഞ്ഞു. ഞാൻ കഴിക്കട്ടെ. നമ്മൾ നല്ല അടിപൊളി ചക്കയും ഇതാ എന്താണ് സോയാബീൻ ഫ്രൈയും മോര് കറിയും എല്ലാം കൂടെ അടിപൊളി ലഞ്ച്. അങ്ങനെ നല്ല ഫുഡെല്ലാം കഴിച്ചിട്ട് സെറ്റായി. ചക്ക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അച്ഛന് നല്ല ഇഷ്ടമായി. അച്ഛൻ പറഞ്ഞു നല്ലുണ്ട് എന്ന് പറഞ്ഞു. നമ്മളെന്തെങ്കിലും ഫുഡ് വെറൈറ്റി ഉണ്ടാക്കിയിട്ട് അത് നല്ലുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. നമ്മളുണ്ടാക്കിയ ഫുഡ് രസമുണ്ടെന്ന് ഏട്ടനോ അച്ഛനോ എല്ലാം പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ലുണ്ട് എന്ന് പറഞ്ഞു. ഇനി നിച്ചൂട്ടിനെ എണീപ്പിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കണം. നിച്ചൂട്ടി വന്നപാട് യോഗട്ടെല്ലാം കഴിച്ചുകൊണ്ട് ലഞ്ചിൻ്റെ സമയമായിനി, പക്ഷെ കൊടുത്താൽ കഴിക്കൂല. അവിടെ ഞാൻ ഉറങ്ങി എണീറ്റിട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഞാൻ കാർത്തിക് സൂര്യൻ്റെ വ്ളോഗും കണ്ടുകൊണ്ടാണ് കേട്ടോ ഫുഡ് കഴിച്ച്. എനിക്ക് കാർത്തിക് സൂര്യൻ്റെ വ്ളോഗ് ഇടയ്ക്കെല്ലാം കാണാൻ ഇഷ്ടമാണ്. ചില കണ്ടന്റ് മിക്കവാറും എല്ലാം കാണലുണ്ട്. പിന്നെ ഏറ്റവും ഇഷ്ടം കാണാനായിരുന്നു അറിയോ, പ്രവീൺ പ്രണവില്ലേ, അവരെ വ്ളോഗെല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫാമിലി വ്ളോഗെല്ലാം കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ആരുടെ വ്ളോഗ് കാണാൻ ഇഷ്ടം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ. നിങ്ങളെ ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബർ ആരാന്നൊക്കെ ഉള്ളത്, ആരുടെ വ്ളോഗാന്ന് അങ്ങനെ കാത്തിരുന്ന് കാണല് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. വെറുതെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പേളിമാണിൻ്റെതും പ്രവീൺ പ്രണവിൻ്റെ എല്ലാം വന്ന ഉടനെ കാണാൻ വേണ്ടി ശ്രമിക്കലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത മാസമാണ് നിച്ചുട്ടിൻ്റെ ബർത്ത്ഡേ, April 10. കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിന് എപ്പോൾ ബർത്ത്ഡേ, ഡേറ്റ് എപ്പാന്ന് ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട്. April 10 എന്നിട്ട് നിച്ചുട്ടിൻ്റെ ബർത്ത്ഡേ. പിന്നെ നിച്ചുട്ടിനെ അരിയിൽ എഴുതിച്ചിട്ടില്ലല്ലോ എന്നെല്ലാം എല്ലാവർക്കും ഓർമ്മയുണ്ട്, ചോദിക്കുന്നുണ്ട്. എഴുതിച്ചിട്ടില്ല, നമുക്ക് കഴിഞ്ഞ നവമീൻ്റെ സമയത്ത് എഴുതാൻ പറ്റിയിട്ടില്ല. ബർത്ത്ഡേക്ക് മുന്നേ ആയിട്ട് എന്തായാലും ഈ മന്തിൽ എഴുതിക്കും. അമ്മ വന്നിട്ട് പോയിട്ട് എഴുതണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം നിച്ചുട്ടി എണീക്കുമ്പോഴേക്ക് ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. എന്നിട്ട് നമുക്ക് നിച്ചുട്ടിക്ക് ഫുഡെല്ലാം കൊടുക്കണമല്ലോ. അപ്പോൾ ഇവിടെ എല്ലാം ക്ലോസ് ചെയ്തിട്ട് അപ്പുറം പോയിട്ട് കുറച്ച് നേരം നിച്ചോട്ടിൻ്റെ കൂടെ കിടന്നിട്ട് വീണ്ടും ആരെങ്കിലും എല്ലാം വ്ളോഗെല്ലാം കണ്ടുകൊണ്ടിരിക്കാം. കുറച്ച് നേരം കിടക്കാൻ പോകുമ്പോഴേക്കാണ് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ കുറച്ച് പച്ചരി ഇട്ടിട്ടുണ്ട്. നാളെ വെള്ളയപ്പം ഉണ്ടാക്കാം. ഇന്ന് ഇടിയപ്പവും ബാജിക്കറിയും, നാളെ വെള്ളയപ്പം. ഇന്നത്തെ ഇടിയപ്പം ഉണ്ടാക്കുമ്പം എൻ്റെ കൈ ഇതാ പൊള്ളി കുറച്ച്. ഇവിടെ കണ്ട ഒരു കല ഇടിയപ്പത്തിൻ്റെ പാത്രം ഇങ്ങനെ തുറക്കുമ്പം കൈ മുട്ടിയിട്ട് അവിടെ പൊള്ളി. നല്ല പുകച്ചലുണ്ട്. ഞാൻ ശരിക്കും പോയിട്ട് റെസ്റ്റ് എടുക്കട്ടെ. എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്ന് ദിവസവും ആലോചിച്ച് വട്ടായി. ഓക്കെ,
ഇത് അമ്മേനെ തൊട്ടൂടെ? ഇത് എന്റെ പൊന്നുമല്ലേ? എന്റെ പൊന്നുമാണ്. പിന്നെ വാവയാ? ആരാ വാവ? അപ്പൊ നീയോ? ഓ അതെയാ. അപ്പൊ ഇത് എന്റെയും വാവയാ. ഞാൻ തൊട്ടോട്ടെ? അവനെ തൊട്ടോട്ടെ? അവേ ഇച്ചിന്റെ കുപ്പായത്തിനെല്ലാം എന്നാ കാണിച്ച അമ്മ കാണിച്ച. ഇതെങ്ങനെയാ ഉടുപ്പിനെല്ലാം വെള്ളം മറിഞ്ഞേ? എന്തിന്? വെറുതെ ഉടുപ്പിന് വെള്ളം ഒഴിച്ചാ? കുപ്പായം മാറ്റി കാണാ. ഇച്ചി ഉടുപ്പ് മാറ്റി ബാക്കോട്ട് കേട്ടാ ഫുള്ള് ചളി പൊളി. ആ ഉടുപ്പ് മാറ്റിട്ട് മറ്റേ ഉടുപ്പിട്. കുപ്പായ ഇടാൻ വേണ്ടിട്ട് ഏട്ടനാ വീടിന് ചുറ്റും ഓടിക്കാന്നേ. വേഗം ഇട് കള്ള.